ബിഗ് ബോസ് ലൈവിൽ വരാത്ത കാര്യം ഞാൻ ലീക്ക് ചെയ്ത് പറയുന്നത് എനിക്കൊരു ശീലമുള്ളതല്ല. പക്ഷെ ഒരു കാര്യം, ഒരു വാർത്ത ഞാൻ അറിഞ്ഞു, ആര്യൻ ഔട്ടായി എന്ന്, ആര്യൻ എവിക്റ്റായി എന്ന്. അങ്ങനെയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, ഇതാണ് ലാലേട്ടൻ, ഇതാണ് ശ്രീ മോഹൻലാൽ എന്ന് ആ ആര്യൻ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉത്സാഹത്തിൽ ഞാനിത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഔട്ട് ആകില്ലായിരുന്നു. ഈവൻ അനുമോൾക്ക് എതിരെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, അനുമോളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവർ അത്രയും പേരും ആര്യനെ ജയിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടനോട് സംസാരിച്ച രീതി തെറ്റാണ് എന്ന് അവിടെയുള്ള സഹമത്സരാർത്ഥികൾക്ക് വരെ മനസ്സിലായത് കൊണ്ട് തന്നെ. അത് മാത്രമല്ല, മോഹൻലാൽ ശരിക്കും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മോഹൻലാലിനോട് കാണിച്ച അപ്രോച്ചിനെ കുറിച്ച് കൂടുതൽ എടുത്ത് ഒരിക്കലും ആര്യനെ കുറ്റപ്പെടുത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു പ്രൊമോ വന്നപ്പോൾ അതിൽ ആ ഇൻസിഡന്റ് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. ആ മുട്ടത്തോടെടുത്ത് തലയിൽ വെക്കുമ്പോൾ കുളിക്കുമ്പോൾ വെക്കണോ എന്ന് എന്നോട് ചോദിക്കാൻ ലാലേട്ടൻ എന്തോ ആ കൊച്ചു കുട്ടിയാ, ഒരു ബോധമില്ലാത്ത ആരെങ്കിലും ആണെന്ന് കരുതിയോ? ആ മനുഷ്യൻ ഇത്ര നാളായിട്ട് അഭിനയത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലാണെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ലെഗസി ഉണ്ട്. അത് നശിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്രയും ബോറനായിട്ടാണല്ലോ ആര്യൻ അത് അവിടെ ചോദിച്ചത്. ബിഗ് ബോസിനോട് ചോദിക്കുന്ന കണക്ക് ഒരിക്കലും മോഹൻലാലിനോട് ചോദിക്കരുത്. ബിഗ് ബോസിനോട് നെവിൻ ഉൾപ്പെടെ എല്ലാവരും ഓരോന്ന് തോന്നിയാസങ്ങൾ വിളിച്ചു പറയാറുണ്ട്, ചിലപ്പോൾ തമാശകൾ കാണിക്കാറുണ്ട്, ബിഗ് ബോസ് അത് എൻജോയ് ചെയ്യാറുണ്ട്, ബിഗ് ബോസ് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് ലാലേട്ടനിൽ നിന്ന്, എല്ലാവരും ഉറ്റുനോക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത് സത്യമായിട്ടും അത് ലാലേട്ടനെ പിടിച്ച് എന്തോ വലിയ കൊമ്പത്തെ ആളാക്കിയൊന്നുമല്ല. പക്ഷെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ, അതും ഇങ്ങനൊരു ഷോയുടെ ഒരു വലിയ അവതാരകനായിട്ട് എത്തുമ്പോൾ, അതിന് എന്താണെങ്കിലും ഒരു റെസ്പെക്ട് എന്നൊരു വാക്കുണ്ടല്ലോ, അത് ആര്യൻ മറന്നുപോയി. ആര്യൻ അല്ലെങ്കിലും ആ റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എല്ലാം ഓപ്പോസിറ്റ് കളിക്കണം, ഓപ്പോസിറ്റ് ടീം ഉണ്ടാക്കണം, എല്ലാം റിവേഴ്സ് സൈക്കോളജി. എന്തായാലും ആ സൈക്കോളജി അങ്ങ് ഔട്ടായി പോയി എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഏതായാലും ശരി, ഈ ഒരു സീനിന് ശേഷമാണ് എവിക്ഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നാണ് ഈ ഒരു എപ്പിസോഡ്, ഇന്ന് 9:30-ക്കാണ് എപ്പിസോഡ്. അപ്പൊ ഞാനും ഇപ്പൊ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് ലൈവിൽ പറഞ്ഞ കാര്യം ഇന്ന് അവർക്ക് ഷൂട്ട് ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ കരുതി ഇത് ഇനിയിപ്പം നാളെ ആയിരിക്കും എയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, ഇന്നാണ് ആ എപ്പിസോഡ് എന്ന് പറയുന്നത്. പിന്നെ മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, നമുക്ക് തന്നെ ചോദിക്കലാലേട്ടാ എന്ന് ചോദിക്കാൻ, എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന ആ ഒരു സിനിമ സീനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എനിക്കത് ഫീൽ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ നേരിട്ട് വരണമായിരുന്നു. ആ ഒരു വീഡിയോ കോളിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതങ്ങോട്ട് കുറച്ചൊന്ന് ഡൗൺ ആക്കി. നേരിട്ട് വന്നുള്ള ലാലേട്ടന്റെ ചോദിപ്പ് എന്തുവായിരുന്നല്ലേ? ഏതായാലും ശരി, ബിഗ് ബോസ് സീസൺ 7 ഒരു ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരിക്കും ആര്യൻ ഔട്ട് ആവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് എവിക്റ്റ് ആക്കി എന്നുള്ള ആ ഒരു കൺഫേംഡ് ആയിട്ടുള്ള കുറേ പോസ്റ്റുകളും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സത്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ആര്യന്റെ ഈ ഒരു ലാസ്റ്റ് ഒരാഴ്ചത്തെ പെർഫോമൻസ് ഉൾപ്പെടെ നെഗറ്റീവായിരുന്നു. വെറുതെ ഒരു കാര്യവുമില്ലാതെ ഒരു കോമാളിയെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ആൾക്ക് കുറച്ചൊന്ന് സമാധാനമായിട്ട് വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാൻ ഒരു സമയം വേണം. പുള്ളിക്കാരൻ എന്തായാലും തിരിച്ച് അവിടെ പോയി ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ ആൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും. അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, റെനേക്കാട്ടിയും പ്രായമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് സുഖമായിട്ടിരുന്ന് റെസ്റ്റ് ചെയ്തൊന്ന് ആലോചിക്കട്ടെ. പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു പ്രൊമോ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ അത് നെറേറ്റ് ചെയ്യുന്നില്ല. പകരം ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ആ ഒരു ഹൈപ്പ്, ഇനി എന്തായാലും നമ്മുടെ ജിസേലും അതുപോലെ ബിഗ് ബോസിനകത്ത് ഉള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ബിഗ് ബോസിനകത്തുള്ള എല്ലാവരും ഇനി ചിന്തിക്കും, ബിഗ് ബോസ് ഒരു നിസ്സാര ഗെയിം അല്ല എന്ന്, അല്ലെങ്കിൽ ഇതൊരു 7ന്റെ പണിയാണ് എന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ലാലേട്ടന് എത്രത്തോളം ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാലേട്ടനോട് അത് സംസാരിച്ചതിന്റെ പേരിൽ ശരിക്കും എനിക്ക് ഉറപ്പുണ്ട് ആര്യൻ ഔട്ടായത് ലാലേട്ടൻ്റെ അടുത്ത് ആ സംസാരിച്ചതിന്റെ നെഗറ്റിവിറ്റി കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒനിയിൽ ഔട്ടാകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത് അങ്ങനെയല്ല സംഭവിച്ചത്. സോ നമുക്ക് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചർച്ചകൾ, സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്ന കമന്റ്സുകൾ, നിങ്ങൾ പ്രേക്ഷകരുടെ വാക്കുകളൊക്കെ എനിക്ക് കേൾക്കാൻ കൊതിയാകുന്നു. ഓരോരുത്തരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെയും കൂടെ ഒക്കെ ചിന്തിക്കാമല്ലേ എന്ന് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ എന്തായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.